2016 മുതൽ CPM-നെ RSS നിരീക്ഷിച്ചു വരികയാണ് എന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ ഓർഗനൈസർ പുറത്തുവിട്ടിരിക്കുന്നത്. CPM-ന്റെ നിലവിലത്തെ സ്ഥിതി ഓർഗനൈസർ കൃത്യമായി വരച്ചു കാട്ടുന്നുണ്ട്. CPM അണികൾക്കിടയിലും നേതാക്കൾക്കിടയിലും പോലും ഇത് വലിയ ഞെട്ടലുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പ്രധാനമായും CPM കേരളത്തിൽ അസ്തമിക്കാൻ പോകുന്നു എന്ന് ഓർഗനൈസർ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ട്. CPM അനുദിനം തളരുന്നു എന്നാണ് ഓർഗനൈസർ പറയുന്നത്. തുടർച്ചയായ ഭരണം അവരെ തളർത്തുന്നു, അഴിമതി, പ്രീണനം, ഈ മൂന്ന് കാര്യങ്ങളുമാണ് CPM-നെ തളർത്തുന്നതായി ഓർഗനൈസർ ഇപ്പോൾ പറയുന്നത്. അടിത്തറ CPM-ന്റെ നിരാശാജനകമായി കൊണ്ടിരിക്കുകയാണ്. സമ്മേളനങ്ങളിൽ പോലും നടത്താൻ കഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയാണ് CPM-നുള്ളിൽ ഇപ്പോൾ ഉള്ളത് എന്നാണ് ഓർഗനൈസർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. RSS കൃത്യമായി CPM-നെ നിരീക്ഷിക്കുന്നു എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ ലേഖനം എന്നും നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ട്. പോരാത്തതിന് പ്രധാനമായും ബ്രാഞ്ച് കമ്മിറ്റി മുതൽ സ്റ്റേറ്റ് കമ്മിറ്റി വരെ അസ്തിത്വ പ്രതിസന്ധി നേരിടുകയാണ് CPM എന്നാണ് ഓർഗനൈസർ പറഞ്ഞിരിക്കുന്നത്. അസ്തിത്വ പ്രതിസന്ധി നേരിടുന്ന CPM-ന് അതിൽ നിന്ന് കയറണമെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്ന കാര്യത്തിൽ പോലും യാതൊരുവിധ വ്യക്തതയുമില്ല. കേഡർ ഘടന പൊളിഞ്ഞു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. CPM-ന് ആദ്യം അസ്തിത്വ ഘടന ഇല്ലെങ്കിൽ ഇപ്പോൾ CPM-ന്റെ കേഡർ ഘടന പൊളിഞ്ഞിരിക്കുന്നു. ബ്രാഞ്ച് കമ്മിറ്റി മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ, പാർട്ടിയുടെ അണികൾ മുതൽ നേതാക്കൾ വരെ വലിയ രീതിയിൽ വിമർശനങ്ങൾ CPM-ൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു, അതിനുള്ളിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു. ഉൾപാർട്ടി ജനാധിപത്യം പൂർണ്ണമായും ഇല്ലാത്ത CPM എന്ന് പറയുന്ന കേഡർ സംഘടനയിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു വിമത സ്വരങ്ങൾ ഉയർന്നു വരുന്നത് എന്നുള്ള കാര്യവും കൃത്യമായി ഓർഗനൈസർ നിരീക്ഷിക്കുന്നുണ്ട്. മൂന്നാമതായി ഓർഗനൈസർ പറയുന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPM-ന്റെ തകർച്ചയ്ക്കുള്ളത്. അത് BJP-യുടെ ആവിർഭാവമാണ് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ BJP-യുടെ ആവിർഭാവം CPM-ന്റെ അണികളെ കൂടുതൽ കരുത്തരാക്കി എന്നാണ് ഓർഗനൈസർ നിരീക്ഷിക്കുന്നത്. അത് CPM-നെ വളർത്താനല്ല, മറിച്ച് BJP ചേക്കേറാനാണ് അവർക്ക് വലിയ കരുത്തായി മാറിയത്. BJP എന്ന് പറയുന്ന ഒരു പാർട്ടി ഉടലെടുത്തപ്പോൾ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി ആയിട്ടുള്ള CPM-ൽ ഹിന്ദുത്വ വോട്ടുകൾ, അല്ലെങ്കിൽ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ, വോട്ട് ചെയ്യുന്ന ആൾക്കാർ BJP-ലേക്ക് ചേക്കേറാനുള്ള, അതിനുള്ളിൽ യാതൊരു സ്വരവുമില്ലാത്ത ആൾക്കാർ BJP-ലേക്ക് ചേക്കേറാൻ തുടങ്ങി എന്നാണ് ഓർഗനൈസർ പറയുന്നത്. പോരാത്തതിന് അണികളെ CPM എന്ന് പറയുന്ന സ്വന്തം പാർട്ടിയെ എതിർക്കാൻ പ്രാപ്തരാക്കിയത് BJP-യുടെ ആവിർഭാവമാണ് എന്നും കൃത്യമായി പറയുന്നുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആലപ്പുഴയിൽ കണ്ട വിമത സ്വരങ്ങൾ. ആലപ്പുഴയിൽ ബിപിൻ സി ബാബു എന്ന് പറയുന്ന പരിണിത പ്രജ്ഞനായിട്ടുള്ള നേതാവ് BJP-ലേക്ക് ചേക്കേറുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പാലക്കാട് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ CPM-ൽ നടന്ന പുകിലുകൾ കണ്ടതാണ്. കരുനാഗപ്പള്ളിയിൽ വെച്ച് നടക്കാൻ പോകുന്ന, കൊല്ലം കരുനാഗപ്പള്ളിയിൽ വെച്ച് നടക്കാൻ പോകുന്ന CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി യോഗങ്ങൾ, അതിൽ വലിയ രീതിയിലുള്ള വിമത സ്വരങ്ങൾ ഉയർന്നു കഴിഞ്ഞു, കൂട്ടത്തല്ലുകൾ ഉയർന്നു കഴിഞ്ഞു. ആലപ്പുഴയിലടക്കം G സുധാകരന്റെ കേസിലടക്കം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞു. CPM എന്ന് പറയുന്ന പാർട്ടിയെ പോപ്പുലർ ഫ്രണ്ട് ഹൈജാക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ മതമൗലികവാദികൾ ഹൈജാക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഓർഗനൈസറുടെ മറ്റ് നിരീക്ഷണം എന്ന് പറയുന്നത്. CPM-നെ കൃത്യമായി നിരീക്ഷിച്ചിരിക്കുകയാണ്, അളന്നു തൂക്കി കൃത്യമായി CPM-നെ നിരീക്ഷിച്ചിരിക്കുകയാണ് ഓർഗനൈസർ എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. പോരാത്തതിന് പാലക്കാട് ഉൾപ്പെടെ ചില പ്രദേശങ്ങളിൽ വിമതർ ബദൽ പാർട്ടി യോഗങ്ങൾ സംഘടിപ്പിച്ചുവെന്നും കേരളത്തിലുടനീളമുള്ള യോഗങ്ങളിൽ വിമത ശബ്ദങ്ങൾ ഉയർന്നുവെന്നും ഇപ്പോൾ കൃത്യമായി ഓർഗനൈസർ പറയുന്നു. അതിൽ പലതും റദ്ദാക്കേണ്ടി വന്നു. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതിജീവന സാധ്യതയെ സാരമായി ബാധിക്കുന്ന രീതിയിലാണ് വിമത സ്വരങ്ങൾ ഉയരുന്നത്. അത് CPM-ന്റെ പ്രീണനമാണ്. ഒന്ന് മുസ്ലിം പ്രീണനമാണ്. മുസ്ലിം പ്രീണനത്തിൽ ഇതിനുള്ളിലെ ഹിന്ദു അണികൾ വലിയ രീതിയിൽ അസ്വസ്ഥരാണ്. അവർക്ക് വോയിസ് ഇല്ല, മറിച്ച് മുസ്ലിം പ്രീണനം നടത്തി CPM വലിയ രീതിയിൽ ഹിന്ദുക്കളെ തള്ളുന്നു എന്നുള്ള ആരോപണം പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ ആരോപണങ്ങളൊക്കെ നിലനിൽക്കുകയാണ് CPM-ന്റെ അടിത്തറ ചോരുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള നിരീക്ഷണം 2016 മുതൽ RSS നടത്തി വരുന്നു എന്ന് ഓർഗനൈസർ എഴുതുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.